ദൈവമേ കത്തിച്ചേക്കണേ. ആ കത്തിയ അങ്ങനെ ഒരു വഴിയില്ലല്ലോ. മാഡം ലൈറ്റ് കത്തിട്ടോ മോളെ, ലൈറ്റ് കത്തി. എടാ സുനി ലൈറ്റ് കത്തിയണ്ട. ഹലോ ആ പറ, നീ എന്റെ പുക കാണാൻ വേണ്ടി വന്നാണ്ടാ? നിന്നെ നീ പണിയെടുത്ത വീട്ടിൽ നിന്ന് ഇപ്പൊ വിളിച്ചേ. ഓരോരോ മാരണങ്ങള് 24 മണിക്കൂർ ഫോണിൽ കുത്തി നീ റീൽസ് കണ്ടോണ്ടിരുന്നോളാ, ഒരു പണിയെടുക്കാണ്ട്. അതെ മാഡം, ഞങ്ങൾ ഈ 8 മണി കഴിഞ്ഞാൽ പിന്നെ പണിക്കൊന്നും പോകാറില്ലാത്തയാ. ഇത് പിന്നെ ബേബി സാർ വിളിച്ചു പറഞ്ഞോണ്ടേക്ക് പോന്നതാണ്. സാറിനോട് പറഞ്ഞു എന്തെങ്കിലും കുറച്ച് കൂടുതൽ മേടിച്ചു തന്നെ കേട്ടോ. നല്ല ശബ്ദം, ഇത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ മാഡത്തിന് മുട്ട കേറ്റ് ഞാൻ കേട്ടു. മിണ്ടായിരിക്കും വിളിച്ചോട്ടായി, കൊച്ചു കേക്കൂ. അതെ അതങ്ങോട്ട് ഇംഗ്ലീഷ് മീഡിയം, മലയാളം അറിയില്ല. ഞാൻ കുറെ നേരമായിട്ട് ട്വിറ്ററിൽ ഇട്ടോണ്ടിരിക്കുക. പോയി പണിയെടുക്കടാ. ഇതെന്ത് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ ഇവിടെ വന്നേ? ഇതിൽ കറണ്ടിട്ടോ നോക്കണം. എല്ലാത്തിനും എന്റെ കൈ തന്നെ നേരി കയറി ആശാനൊന്നും പറഞ്ഞു നടക്കും. മൊത്തം അടിച്ചു പോയടാ. നമ്മുടെ ചുച്ചു കടിച്ചാണ് കേട്ടോ. ചുച്ചിന് പീസ് എവിടെയാ നോക്കണ. മോളെ കറണ്ട് പോരും കേട്ടോ. ഇവൻ അറിയാൻ പാടാത്തൊരു സ്വിച്ചെ പിടിച്ചേക്കിയതാ. ഞാൻ കൊച്ചിനെടുക്കും, പാവ പേടിച്ചിരിക്കുക. പാവല്ലേ. ചേട്ടാ ഈ വീട്ടിലെ ഫ്യൂസൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചാണ്? ഒരു പിടിവാണല്ലോ. എടാ ഒന്ന് നോക്കിയടാ. വേണ്ട ബേബി സാറ് വിളിക്കണ്ട. ഹലോ സാറേ. ഓ സാറ് കറക്റ്റ് സമയത്ത് വിളിച്ചേ. എല്ലാ പണിയും തീർന്നിരിക്കുക. അതെന്തിനാ സാറേ താക്കോല് ചവിട്ടിയുടെ അടിയിൽ വെക്കണേ? സാറിന്റെ മോളും വൈഫും കൂടെ ഉണ്ടല്ലോ, അവിടെ കൊടുത്തേച്ചില്ലേ? അപ്പൊ ഇവിടെ ഉള്ള ആരാ? ഫ്ലാറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ 2 ദിവസമേ ആയിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യുക, പുറത്തിറങ്ങുമ്പോ ചവിട്ടിനുള്ളിൽ വെച്ചിട്ട് പോയിക്കോ. പ്രേതത്തിന്റെ കൊച്ചിനെ താണ്ട പട്ടി കൊഞ്ചിക്കണേ. വേണേ താൻ പിടിച്ചോട്ടോ. എനിക്ക് വേണ്ട, നീ തന്നെ എടുത്തോ. നീ കൊച്ചിനെയൊക്കെ കൊഞ്ചിച്ചേ നാളെ പതുക്കെ അങ്ങ് വന്നാൽ മതി കേട്ടാ. കൊച്ചെന്തിനാ